എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഡയബറ്റിക് ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇവിടെ നമ്മൾ ഷുഗറോ അങ്ങനെയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് നമുക്ക് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. നമ്മുടെ വയറ് ഫില്ലാകുകയും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വളരെ എളുപ്പമാണിത് തയ്യാറാക്കി എടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമുണ്ട്. ഈ ആരോഗ്യകരമായ റെസിപ്പി തയ്യാറാക്കുന്ന വിധം വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ലോട്ടസ് സീഡാണ്. താമരവിത്ത് എന്ന് പറയും. 1/2 കപ്പ് അളവിൽ റോസ്റ്റഡ് ആയിട്ടുള്ള താമരവിത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട്സ് ആണ്. ഏകദേശം ഒരു 10 പീസോളം ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 പീസ് വാൾനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ പംകിൻ സീഡ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കാഷ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ ചിയ സീഡ്സും. മധുരത്തിന് വേണ്ടിയിട്ട് 2 ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ലോ ഫാറ്റ് ആയിട്ടുള്ള പാലിൽ വേണമെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിത് തലേന്ന് രാത്രിയിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ്, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് സെർവ് ചെയ്യത്തക്ക രീതിയിൽ. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലാണ് ഇനി അടച്ച് വെക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഡിന്നറായിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പം നല്ല രീതിയിൽ എല്ലാം സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ആണല്ലോ സ്ട്രോബെറി. ഞാനിവിടെ സ്ട്രോബെറിയും അതുപോലെ തന്നെ അനാറുമാണ് എടുത്തേക്കുന്നത്. അനാർ ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു കൂട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് സ്മൂത്തി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. സ്മൂത്തി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താലും മതി. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കഴിക്കാനായിട്ട്. ഇതിലോട്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഒരു കോരി കഴിക്കുന്ന പരുവത്തിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഇനി അരച്ചെടുത്ത കൂട്ടിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അനാറും അതോടൊപ്പം തന്നെ ഒരു പകുതി ആപ്പിളും കുറച്ച് പിയേഴ്സുമാണ് എടുത്തേക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഓവർനൈറ്റിലൊന്ന് ഫ്രിഡ്ജ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുത്തിട്ട് തയ്യാറാക്കിയാൽ മാത്രം മതി. വളരെ എളുപ്പമല്ലേ. ഞാനിവിടെ കോരി കഴിക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഹണിയും അതിൻ്റെ മുകളിലോട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പമല്ലേ കൂട്ടുകാരെ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. താമരവിത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് വരുന്നത്. ഒരു തവണ നമ്മൾ താമരവിത്തൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. വളരെയധികം ആരോഗ്യ ഗുണമുള്ളത് തന്നെയാണ് താമരവിത്ത്. ഇങ്ങനെയുള്ള ഹെൽത്തിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതൊന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് ഫില്ലാകും. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ചേർന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ്. ഉച്ചവരത്തേക്ക് നമ്മുടെ വയറ് ഫില്ലായി തന്നെ ഇരിക്കും. കാരണം നമ്മളിവിടെ ചിയ സീഡ്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വിശക്കുകയുമില്ല. ഈ വെയിറ്റ് ലോസ് റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിന് സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ല്. അടുത്ത ദിവസം വീണ്ടും നല്ല റെസിപ്പീസായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.